അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചേ, അടുത്ത ആൾ വായിച്ചോ. അവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, ചില ഡിസീസസിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നോട്ടിഫയബിൾ ഡിസീസ് എന്നുള്ള പേരിൽ ചില ഡിസീസുകളെ അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഗവൺമെന്റ് ക്യാൻ എൻഷുർ ടൈംലി പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻസ്. അതായത് ഗവൺമെന്റിന് അങ്ങനെ കുറച്ച് ഡിസീസസിനെ ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ വേണ്ട രീതിയിൽ പബ്ലിക് ഇന്റർവെൻഷൻസ് കൊടുക്കാം, ആ ഡിസീസസിന്റെ സ്പ്രെഡ് കൺട്രോൾ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നോട്ടിഫയബിൾ ഡിസീസസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊരു വളരെ ജനറിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ശരിയാവാനാണ് ചാൻസ് കൂടുതൽ. അടുത്ത സ്റ്റേറ്റ്മെന്റ് വായിച്ചോ, അടുത്ത ആൾ വായിച്ചോ. ഇവിടെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹെൽത്തിനെ വളരെ കാര്യമായിട്ട് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു ഡിസീസ് ആയിരിക്കും ഈ നോട്ടിഫയബിൾ ഡിസീസസ്. കാരണം ആ ഡിസീസ് സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് ഔട്ട് ബ്രേക്സിനും അതേപോലെ ഒരു എപ്പിഡമിക് ആവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഹൈ മോർട്ടാലിറ്റി റേറ്റ് ആവാനുള്ള അങ്ങനത്തെ ഒരു ഡിസീസാണ് ഈ നോട്ടിഫയബിൾ ഡിസീസ് എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതിന് എന്തെങ്കിലും തെറ്റ് പറയാനുണ്ടോ? അപ്പോൾ അത് രണ്ടും കറക്റ്റ് അല്ലേ? ആ സ്റ്റേറ്റ്മെന്റ് എയും ബിയും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്നത് എയുടെ എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ അങ്ങനെ കറക്റ്റ് ആക്കി. ഇപ്പൊ ഒന്നും അറിയില്ലെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആക്കാൻ പറ്റണം. നിങ്ങൾ ഇതിനു മുമ്പ് നോട്ടിഫയബിൾ ഡിസീസ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ എടുത്തു പഠിച്ചിട്ടുണ്ടാവില്ല, ചിലപ്പോൾ ഒരു പ്രാവശ്യം പോലും കണ്ടിട്ടും ഉണ്ടാവില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആകുമ്പം ആ വേർഡ് മീനിങ്ങിന്ന് നമുക്ക് കുറെയൊക്കെ മനസ്സിലാക്കാം. നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്, ആ ഡിസീസ് ഇന്ന കാരണം കൊണ്ട് ആണ് നോട്ടിഫൈ, അല്ലെങ്കിൽ ആ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. കൺസിഡർ വിത്ത് റെഫറൻസ് ടു സ്റ്റീൽ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. അടുത്ത ആൾ വായിച്ചോ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇതാണ്, സ്റ്റീൽ സെക്ടറിൽ നിന്നാണ് 8% കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻസ് വരുന്നത്. ഒരു ഫാക്റ്റേ ഉള്ളൂ, അത് ശരിയായിരിക്കും, അങ്ങനെയല്ല ശരിയായിരിക്കാൻ എന്നല്ല, ശരിയാവാം തെറ്റാവാം വാട്ടെവർ. പക്ഷെ അതിന് മുമ്പത്തെ ആ ഭാഗം നോക്കുക. ദ ഫേസ്ഡ് വിഡ്രോവൽ ഓഫ് കോൾ ഫയർഡ് ഇൻഡക്ഷൻ ഗ്യാസ് ഫർണസസ് ഇസ് ഇംപെരറ്റീവ്. അതായത് ഈ നമ്മൾ എന്താ പറയുക, കോൾ പവേർഡ് ആയിട്ടുള്ള ഒരു സാധനം, ഒരു ഫർണസ്, അത് ഫേസ്ഡ് ആയിട്ട് വിഡ്രോ ചെയ്യുന്നത് ആവശ്യകതയാണ്. കാരണം ഈ പറയുന്ന സ്റ്റീൽ സെക്ടറിൽ നിന്നാണ് 8% കാർബൺ എമിഷൻസും വരുന്നത്. സ്റ്റീൽ സെക്ടർ ഒരു വലിയ സെക്ടറാണ്. 8% എന്ന് പറയുന്നത്, ഇപ്പം സ്റ്റീൽ സെക്ടർ കോൺട്രിബ്യൂട്ട്സ് മോർ ദാൻ 50% എന്നോ അല്ലെങ്കിൽ 50% എന്നോ ഒക്കെ ആണെങ്കിൽ തെറ്റാനാ ചാൻസ് കൂടുതൽ. കാരണം അത് സ്റ്റീൽ സെക്ടർ വലുതാണെങ്കിലും ഇത്രയും കാർബൺ എമിഷൻ ഉണ്ടാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു ഫാക്റ്റ് ആണ്, ഹോൾഡ് ചെയ്യാം. അടുത്തതോ ഗ്രീൻ സ്റ്റീലിന്റെ ആ സ്റ്റേറ്റ്മെന്റ് അടുത്ത ആൾ വായിച്ചേ. ഗ്രീൻ സ്റ്റീൽ ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കുറയ്ക്കാൻ ഇറ്റ് ഈസ് മെയ്ഡ് യൂസിങ് ഫെറസ് സ്ക്രാപ്പ് മിക്സ് ഇൻ റോ മെറ്റീരിയൽ ചെയിൻ. അത് എവിടുന്നോ കോപ്പി പേസ്റ്റ് ചെയ്തേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണ്. എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു? എന്ന് വെച്ചാൽ അതിനെ ഗ്രീൻ സ്റ്റീൽ ഇസ് മെയ്ഡ് യൂസിങ് ഫെറസ് സ്ക്രാപ്പ് മിക്സ് ഇൻ റോ മെറ്റീരിയൽ ചെയിൻ ടു എൻഷുർ. അതൊരു കോപ്പി പേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലെയല്ലേ തോന്നാറ്? ഫെറസ് സ്ക്രാപ്പ് മിക്സ് എന്നൊക്കെ നമ്മളിപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി ഉണ്ടാക്കുക എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണോ, അതോ ഒരു കോപ്പി പേസ്റ്റ് ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്നോ എവിടെന്നെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് പോലെയാണോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തോന്നുക? ഒരു കോപ്പി പേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആയിരിക്കും തോന്നുക. യൂഷ്വലി കോപ്പി പേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പോലത്തെ സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ശരിയായിരിക്കും. കാരണം അവരത് എവിടെന്നെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് പിന്നെ മാറ്റം വരുത്താൻ ചാൻസ് ഇല്ല. അപ്പൊ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ് ഫ്രേസിംഗ് ഒക്കെ കാണുമ്പോൾ യൂഷ്വലി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സൈറ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത പോലത്തെ സ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും ശരിയായിരിക്കും. അത് തന്നെ. എന്ന് വെച്ചാൽ കൊക്കോ പ്രൊഡ്യൂസിങ് കൺട്രീസിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കൊക്കോ പ്രൊഡ്യൂസിങ് ഒരു ഫ്രഞ്ച് പേര് പോലത്തെ, അത് ആൻസർ അല്ലേ, അതവിടെ അവർക്ക് കൊണ്ടുവരണ്ടല്ലോ, റാൻഡം ആയിട്ട് ഏതെങ്കിലും 2 കൺട്രീസ് ഇട്ടാൽ പോരെ. അപ്പം അങ്ങനെ കോപ്പി പേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കോപ്പി പേസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കുറെ കൂടി. വളരെ അതിന്റെ വേർഡ്സ് ഫ്രെയിം ചെയ്തിരിക്കുന്ന ഭയങ്കര അതിലൊരു എക്സ്പെർട്ടീസ് ഇതിലായിരിക്കും ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണെങ്കിൽ യൂഷ്വലി ശരിയാവും. ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് അതുപോലത്തെയാണ്. പിന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഒരു ഫാക്റ്റ് ആണ് ശരിയാവാൻ ചാൻസ് കൂടുതലാണ്. അല്ലെ 8% ഒരു ഫാക്റ്റ് അല്ലേ ഉള്ളൂ? മൾട്ടിപ്പിൾ ഫാക്ട് 8%. ഞാനാണെങ്കിലും ചിലപ്പം ഇത് തെറ്റായിട്ട് എടുത്തേനെ. കാരണം അറൌണ്ട് 8%, മോർ ദാൻ 2%, അങ്ങനെയൊക്കെ പറയുമ്പോഴേ യൂഷ്വലി ശരിയാവാനുള്ള ചാൻസസ് കൂടുതൽ. ഇത് വളരെ കറക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂട്ട്സ് 8%. മേ ബി എവിടെന്നെങ്കിലും എടുത്തതായിരിക്കും. പക്ഷെ യൂഷ്വലി കറക്റ്റ് ഇങ്ങനെ ഒരു ഫാക്ട് വരുമ്പം
തെറ്റാം, പക്ഷെ മൾട്ടിപ്പിൾ ഫാക്ട്സ് വരുമ്പോഴാണ് കൂടുതലും ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ ചാൻസ്. ഈ മൊത്തം ക്വസ്റ്റ്യൻ ഒരു ഫാക്ട് മാത്രമേ ഉള്ളൂ, അത് ശരിയായിട്ടാണ്. ഒരു ഫാക്ട് ആണെങ്കിൽ നല്ല UPSC യൂഷ്വലി കറക്റ്റ് ഇങ്ങനത്തെ ഫാക്ടുകൾ കൊടുത്താൽ തെറ്റുക ചെയ്യാറ്. പക്ഷേ അറൌണ്ട് 2%, അറൌണ്ട് 2% എന്ന് പറഞ്ഞാൽ 3% ആകാം, 4% ആകാം, 1% ആകാം, 1-ൽ കുറവാകാം. അപ്പൊ അങ്ങനെ വരാം. അതേപോലെ മോർ ദാൻ 50 എന്നൊക്കെ പറഞ്ഞാൽ യൂഷ്വലി കറക്റ്റ് ആവും. കാരണം മോർ ദാൻ 50 ആണ്, 60 മോർ ദാൻ 50 ആണ്, 150 മോർ ദാൻ 50 ആണ്, 1000 മോർ ദാൻ 50 ആണ്. അപ്പൊ 50 കൂടുതൽ എന്തും വരാം. അപ്പൊ അതൊരു വലിയ റേഞ്ചിലുള്ള ഒരു കാര്യം ആയതുകൊണ്ട് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൂടുതൽ ശരിയാണ്. അത് കുഴപ്പമില്ല, നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ ഇങ്ങനത്തെ അടുത്ത ക്വസ്റ്റ്യൻ, അതിന്റെ ആൻസർ C, both 1 and 2. ക്വസ്റ്റ്യൻ നമ്പർ 7 അടുത്ത ആള് വായിച്ചേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇത് ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ്. ബേസിക്കലി ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് എന്താന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ ഒരു ഇന്ത്യൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ ഷിപ്പിംഗ് റെഗുലേഷൻസ് ഒക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അയാൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി, ഇപ്പം നമ്മളിപ്പോൾ കാറൊക്കെ വാങ്ങിക്കുമ്പോൾ പോണ്ടിച്ചേരിയിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ട് കാർ കൊണ്ടുവരിക, അല്ലെ ടാക്സ് ഇവേഷന് വേണ്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അതേപോലത്തെ തന്നെ ഒരു ഇനീഷ്യേറ്റീവ് ആണ്. അതായത് നമ്മളുടെ ഷിപ്പ് ഒരു ഇന്ത്യൻ ഓൺ ചെയ്യുന്ന ഷിപ്പായിരിക്കും, പക്ഷെ അയാൾ വേറെ ഏതെങ്കിലും ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഈ പറയുന്ന ഷിപ്പിനെ രജിസ്റ്റർ ചെയ്യുന്നു. അതിനാണ് ഈ ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് എന്ന് പറയുന്നത്. ഈ എന്തായാലും നമ്മുടെ രാജ്യത്തെക്കാളും വളരെ കൺവീനിയന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ അയാൾ അങ്ങോട്ടേക്ക് പോയത്. നമ്മളിപ്പോ പോണ്ടിച്ചേരി പോയി വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ കുറച്ച് ടാക്സ് കുറയാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് പോകുമ്പം പ്രോബബ്ലി അവിടെ ടാക്സിന്റെ ഭാഗമൊക്കെ ആണെങ്കിൽ കുറവായിരിക്കും. ആ ഒരു ഷിപ്പിനെ ബന്ധപ്പെട്ട് വരുന്ന റെഗുലേഷൻസ് കുറവായിരിക്കും. വാട്ട് എവർ റെഗുലേഷൻസ് അത് കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കുമല്ലോ വേറൊരു കൺട്രിയിൽ പോകുന്നത്. ഇവിടെയും അവിടെയും ഏറെക്കുറെ സെയിം ആണ്, വേറൊരു കൺട്രിയിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വേണം. അങ്ങനെ വെച്ചിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് അടുത്ത ആൾ വായിച്ചേ. അത് ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ? തെറ്റായിരിക്കില്ലേ? കാരണം വളരെ ലോജിക്കലി ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വേറൊരു കൺട്രിയിൽ ഭയങ്കര സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതൊക്കെ ഇവിടെ റെഗുലേഷൻ ഉണ്ട്, അത് വെട്ടിക്കാനാണ് വേറൊരു കൺട്രിയിലോട്ട് പോകുന്നത്. വേറൊരു കൺട്രിയിൽ സ്ട്രിക്റ്റ് റെഗുലേഷൻസ് ആവാനുള്ള ചാൻസ് എപ്പോഴും കുറവായിരിക്കും. അടുത്ത സ്റ്റേറ്റ്മെന്റ് അടുത്ത ആൾ വായിച്ചേ. ഓക്കെ, അതൊരു ഫാക്ച്വൽ കാര്യമാണ്. ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ മെയിൻറ്റെയിൻസ് എ ലിസ്റ്റ് ഓഫ് കൺട്രീസ്. പക്ഷെ സാധ്യതയുണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ. കാരണം ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ഫെഡറേഷൻ എന്ന് പറയുമ്പോൾ, ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് എന്ന് പറയുമ്പം ഷിപ്പിൽ വർക്ക് ചെയ്യുന്നവരാകാം, ഫ്ലൈറ്റുകളിൽ വർക്ക് ചെയ്യുന്നവരാകാം, അങ്ങനെ എന്തെങ്കിലും ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം. പ്രത്യേകിച്ച് ആ ഒരു ഓർഗനൈസേഷൻ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഭയങ്കര ഫാക്ച്വൽ എന്നും പറയാൻ പറ്റില്ല, അപ്പോൾ ശരിയായിരിക്കും. അപ്പൊ അതിനകത്ത് ഏത് സ്റ്റേറ്റ്മെന്റാ തെറ്റാവാൻ ചാൻസ് ഉള്ളത്? 2. സ്റ്റേറ്റ്മെന്റ് 2 തെറ്റാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ആൻസർ 7ന്റെ ആൻസർ C ആണ്. അടുത്തത്, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാകാനാണോ തെറ്റാവാനാണോ ചാൻസ്? അതെന്താ? അല്ല, ഹോങ്കോങ് കൺവെൻഷൻ നിങ്ങൾക്ക് അറിയോ ഫോർ സേഫ് ആൻഡ് എൻവയോൺമെന്റലി സൗണ്ട് റീസൈക്ലിംഗ് ഓഫ് ഷിപ്സ് ആണ്. അതൊരു ഫാക്ട് ആണ്. ഒന്നാമത്തെ കാര്യം, അത് ആ കൺവെൻഷൻ അതിനു വേണ്ടി തന്നെയാണോ എന്ന് നമുക്കറിയില്ല. 2, ഇന്ത്യ അതിനെ റാറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യ സൈൻ ചെയ്തിട്ടുണ്ടെന്നും അല്ല, ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എന്താ സൈൻ ചെയ്യുന്നതും റാറ്റിഫൈ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ്? അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ ആ ടെക്നിക്കൽ ഡിഫറൻസ് എന്താ? ഒരു സാധനം നമ്മൾ UN പോയി സൈൻ ചെയ്യുന്നു, ഇവിടുന്ന് നമ്മളെ റെപ്രസെന്റ് ചെയ്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പോകുന്നു, അവിടെ പോയിട്ട് സൈൻ ചെയ്യുന്നു, വിച്ച് മീൻസ് വി ആർ എ സിഗ്നേറ്ററി ടു ദ കൺവെൻഷൻ. പക്ഷെ നമ്മൾ അത് റാറ്റിഫൈ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ പാർലമെന്റിൽ അത് പാസ്സാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നമ്മളുടെ പാർലമെന്റ് അത് പാസ്സാക്കിയാൽ ഇന്ത്യ അത് റാറ്റിഫൈ ചെയ്തു എന്നും, അല്ലെങ്കിൽ നമ്മളൊരു സിഗ്നേറ്ററി മാത്രമാണ്. അതെ, റാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ അത് പാസ്സാക്കി, പാർലമെന്റും പാസ്സാക്കി. അപ്പൊ പാർലമെന്റ് അതിനെ അംഗീകരിച്ചു എന്നാണ്. സോ സിഗ്നേറ്ററി ടു എ കൺവെൻഷനും റാറ്റിഫൈഡ് എ കൺവെൻഷനും ഡിഫറെന്റ് ആണ്. ചിലപ്പോൾ നമ്മൾ ഇതിന്റെ സിഗ്നേറ്ററി ആയിരിക്കും, പക്ഷെ ചിലപ്പോൾ നമ്മൾ റാറ്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ അതിൽ മൾട്ടിപ്പിൾ ഫാക്ട്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഹോങ്കോങ് കൺവെൻഷൻ എന്തിനാണെന്ന് നമുക്കറിയില്ല, അതവിടെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ അത് ഇന്ത്യ റാറ്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അതും ഒരു ഇതാണ്, ഫാക്റ്റാണ്. മൾട്ടിപ്പിൾ ഫാക്ടുകൾ വരുന്നതുകൊണ്ട് നമുക്കറിയില്ല, ഹോൾഡ് ചെയ്യാം. എലിമിനേറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് ആൻസർ ഏതാ ചെയ്തേ? ഡി ആണോ ചെയ്തേ? വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഹോങ്കോങ് കൺവെൻഷൻ അലൗസ് ദ പ്രാക്ടീസ് ഓഫ് ബീച്ചിങ് ആൻഡ് ഡസ് നോട്ട് മാൻഡേറ്റ് ദ അഡോപ്ഷൻ ഓഫ് ഡ്രൈ ഡോക്ക് മെത്തേഡ് ഫോർ ഷിപ്പ് ഡിസ്മാൻറ്റ്ലിംഗ്. എന്താ ഈ വെറുതെ അറിയാൻ വേണ്ടി പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ബീച്ചിങ്ങും അതേപോലെ തന്നെ ഡ്രൈ ഡോക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്ന്, ബീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പ് കേടായി എന്ന് വിചാരിക്കുക, ഇവർ നേരെ കുറച്ച് ഷാലോ വാട്ടേഴ്സിൽ, അത് എന്ന് വെച്ചാൽ മുങ്ങിപ്പോകരുതല്ലോ അവിടെ കിടന്ന്, അതുകൊണ്ട് കുറച്ച് ഷാലോ ആയിട്ടുള്ള സ്ഥലത്തേക്ക്, ബീച്ചിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് ആ ഷിപ്പിനെ അവിടെ തന്നെ അങ്ങ് ഇടും, വെറുതെ ഇടും. അത് പ്രോപ്പറായിട്ട് ഡിസ്മാൻഡിൽ ചെയ്യാൻ, നമ്മളിപ്പോൾ ഒരു വേസ്റ്റ് ഒക്കെ എടുത്ത് വെറുതെ കളയുന്നത് പോലെ അങ്ങനെ വെറുതെ അതിനെ കൊണ്ടുവന്ന് ബീച്ചിന്റെ അടുത്തിടും. അതിനാണ് ബീച്ചിങ് എന്ന് പറയുന്നത്. മറ്റേ ഈ പറയുന്ന പോലെ ഡ്രൈ ഡോക്ക് എന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് അത് ഈ ഒരു നമ്മളൊരു മെക്കാനിക്കൽ ഒരു വർക്ക്ഷോപ്പിലൊക്കെ കാറൊക്കെ കൊണ്ടു കൊടുക്കുന്ന പോലെ അത് പ്രോപ്പറായിട്ട് അവരവിടെ ശരിയാക്കാനോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഡിസ്മാൻറ്റിൽ ചെയ്യാനോ ഉള്ള ടെക്നിക്സ് ഉള്ള ഒരു സ്ഥലമാണ് ഡ്രൈ ഡോക്ക്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. സോ ഡ്രൈ ഡോക്ക് ആണ് എപ്പോഴും ബീച്ചിങ്ങിനെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡ്. ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന ഹോങ്കോങ് കൺവെൻഷൻ അലൗസ് ദ പ്രാക്ടീസ് ഓഫ് ബീച്ചിങ് ആൻഡ് ഡസ് നോട്ട് മാൻഡേറ്റ് ദ മെത്തേഡ് and does not mandate the adoption of dry dock method for ship dismantling. ബീച്ചിങ് മതി എന്നാണ് ഹോങ്കോങ് കൺവെൻഷൻ പറയുന്നത്. യൂഷ്വലി ഒരു കൺവെൻഷന്റെ ഭാഗമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ തെറ്റാവാനാ ചാൻസ്. പക്ഷെ ഇത് ശരിയാണ്. ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയുമാണ്. പക്ഷെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ തന്നെ, അതാണ് അതിന്റെ സ്ട്രാറ്റജി. എന്നുവെച്ചാൽ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ്സിൽ എപ്പോഴും ഞാൻ പറയാറില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാക്കാൻ എപ്പോഴും ട്രൈ, എന്ന് വെച്ചാൽ തെറ്റാകുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കണം. തെറ്റായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ കറക്റ്റ് നമുക്ക് ബാക്കി 3 ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. 2 സ്റ്റേറ്റ്മെന്റും ശരിയാവുമ്പോഴാണ് പ്രശ്നം. കാരണം എ ആണോ ബി ആണോ എന്ന് കൺഫ്യൂഷൻ വരുന്നത്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ആൻസറിലേക്ക് എത്താം. Gallant IAS, chasing your passion to ace.